നമ്മൾ ഈ വേൾഡ് കപ്പിനെ പറ്റി പറയുമ്പോൾ 5 തവണ ചാമ്പ്യന്മാരായ ബ്രസീൽ കഴിഞ്ഞ കളിയിൽ മൊറോക്കോ ആയിട്ട് സമനില പിടിച്ചു. ഇന്ന് കളിക്കാൻ പോകുന്നത് ഹെയ്ത്തി ആണ്. നമ്മളതിലൊരു ആശങ്കപ്പെടേണ്ട കളിയായിരിക്കും എന്ന് തോന്നുന്നില്ല ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നെയ്മറിന്റെ അഭാവമാണ്. കാരണം നെയ്മർ ഇത്തവണ ഇപ്പം കളി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നില്ല. പരിക്കിന്റെ ഒരു നിഴലിൽ തന്നെയാണെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. ഈ നെയ്മർ ഇല്ലാത്ത ഒരു ബ്രസീൽ ടീം ഈ വേൾഡ് കപ്പിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ എന്തുകൊണ്ട് ഈ പരിക്കുള്ള നെയ്മർ ഇങ്ങനെ ടീമിൽ നിൽക്കുകയും കളിക്കില്ല എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു അൺസർട്ടൈനിറ്റി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ദിലീപൻ എന്താണ് ഈ നെയ്മർ എഫക്റ്റ് എന്താ തോന്നുന്നു? ഇത് ബ്രസീലിൽ ഇതൊരു വലിയൊരു സബ്ജക്റ്റായി മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവര് നെയ്മറിനെ സ്ക്വാഡിൽ എടുക്കുമ്പോൾ അവരുടെ അവസാനത്തെ 2 ലീഗ് മാച്ച് കളിച്ചിട്ടില്ല തോന്നുന്നു സാന്റോസിന് വേണ്ടി. പിന്നെ സ്ക്വാഡിൽ വന്നപ്പോൾ അവര് കാഫ് ഇഞ്ചുറി ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്തു. പക്ഷെ ഡോക്ടർ അപ്പൊ പറഞ്ഞത് അത് മെയ് 27 2 ആഴ്ചക്കുള്ളിൽ ശരിയാവും. ആദ്യത്തെ കളി കളിച്ചില്ലെങ്കിൽ 2ാമത്തെ കളിയിൽ ഉണ്ടാവും. ഇതിപ്പോ 2ാമത്തെ കളി എന്ന് പറയുമ്പോൾ 3 ആഴ്ച കഴിഞ്ഞു, അതിലും ഇനി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജാവ് പെഡ്രോനെ പോലത്തെ ഒരു കളിക്കാരനെ പുറത്തിരുത്തിയിട്ടാണ് നെയ്മറിനെ സ്ക്വാഡിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ആൾക്കാർ ചോദ്യം ചെയ്യും, പിന്നെ എല്ലാ ഗ്രൂപ്പ് മാച്ചും മിസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് ബ്രസീലിന്റെ ക്വാളിഫയിങ് ചാൻസസ് തന്നെ ഇപ്പൊ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ഫിനിഷ് ചെയ്യണമെന്ന് ബാധിച്ചു എന്ന് വരും. അപ്പൊ അതൊരു വലിയൊരു ചോദ്യമായി മാറിയിട്ടുണ്ട്. ഈ നെയ്മർ ഇല്ലാത്ത ടീം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം ഈ പുറത്തിരുത്തിയ കളിക്കാർ, ഇപ്പം അകത്തുള്ള കളിക്കാരൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു സ്ട്രെങ്ത് എങ്ങനെയാണ് ദിലീപ് റിവ്യൂ ചെയ്യുന്നത്? സ്ട്രെങ്ത് എന്താന്ന് പറഞ്ഞാൽ പണ്ടത്തെ ബ്രസീൽ ടീംസ് എപ്പോഴും ബാക്കിയുള്ള ക്രിയേറ്റീവ് പ്ലേയേഴ്സ് കൂടാതെ ഭയങ്കര ഫുൾ ബാക്സ് ആയിരുന്നു. ഇപ്പൊ റൈറ്റ് ബാക്കില് 70 അവസാനത്തെ ഗോൾ അടിച്ച കാർലോസ് ആൽബർട്ടോ പെരേര, പിന്നെ അതിനുശേഷം ഡാനി ആൽവസിന് മുമ്പ് കാഫു, 2 ലോകകപ്പ് ജയിച്ച കാഫു. അപ്പൊ ആ ഒരു പരമ്പര ഉണ്ട്. ലെഫ്റ്റ് വിങ്ങിലാണെങ്കിൽ ജൂനിയർ, റോബർട്ടോ കാർലോസ്, മാർസെല്ലോ, അങ്ങനത്തെ ലെഫ്റ്റ് ബാക്സ് ആണ് അവിടെയും കളിച്ചിട്ടില്ല. ഇപ്പൊ ഈ ടീമിൽ അതില്ല. അത് കാരണം ഈ ക്രിയേറ്റീവ് ലോഡ് മുഴുവൻ മിഡ്ഫീൽഡിൽ നിന്നും ആ ഫോർവേഡ് ലൈനിൽ നിന്നും തന്നെ വരണം. അപ്പൊ ഈ ഒരു വിനീഷ്യസ് അങ്ങനത്തെ കളിക്കാർക്കൊക്കെ ത്രൂ ബോൾ ആര് കൊടുക്കുന്നുള്ള ചോദ്യം വരും. പ്രത്യേകിച്ച് വിനീഷ്യസിന് കുറച്ചും കൂടി ഒരു ക്രിയേറ്റീവ് ഇതുണ്ട്. റഫീനി ഒരു സിസ്റ്റം പ്ലെയർ ആണ്. റഫീനി ഒരു വലിയ കളിക്കാരനാക്കി മാറ്റിയത് മാർസെലോ ബിയൽസ ലീഡ്സിലും പിന്നെ ഹാൻസി ഫ്ലിക്ക് ബാഴ്സലോണയിലും. ഇവർ രണ്ടുപേരും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സിസ്റ്റം മാനേജേഴ്സ് ആണ്. അവരുടെ സിസ്റ്റം തന്നെ അനുസരിച്ച് കളിക്കും. അതിൽ റഫീനിക്ക് വളരെ ഒരു ഫിക്സ്ഡ് റോൾ ഉണ്ട്. അതനുസരിച്ചിട്ട് കളിക്കും. ആ സ്പേസിലേക്ക് ഓടണം, ബോക്സിലെത്തി ഫിനിഷ് ചെയ്യണം, അങ്ങനത്തെ ഒരു റോളാണ് അത്. ഇതില് ഈ ടീമിൽ ആ സ്പേസിലേക്ക് റിലീസ് ചെയ്യാൻ ഒരു പാസ് കൊടുക്കാൻ ആളില്ല. എന്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും അവർ എഡർസനെ കൊണ്ടുവന്നാലും മിഡ്ഫീൽഡ് ഒന്നും കൂടി ഒന്ന് നന്നാവും. എഡർസൺ പ്രായമായ ഒരു കളിക്കാരനല്ല, ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടേ ഉള്ളൂ. കുറച്ച് സീസണായിട്ട് അറ്റ്ലാന്റയ്ക്ക് വേണ്ടി, അറ്റ്ലാന്റ ഇറ്റലിയിലത്തെ ഏറ്റവും ശക്തമായ ടീം ആയി മാറിയ ഒരു കാലത്ത് അവർക്കൊരു പ്രധാനപ്പെട്ട കളിക്കാരനായിരുന്നു എഡർസൺ. അപ്പൊ എഡർസൺ പിന്നെ ഫാബിഞ്ഞോ ആ ഡിഫെൻസീവ് റോളിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഒരു മൊബൈൽ, ഒരു അഗ്രസീവ് ടീമായി മാറും. ഈ ആൻസലോട്ടിയുടെ, അതായത് പുതിയ മാനേജറുടെ ഒരു മാജിക് എന്തെങ്കിലും കൊണ്ട് ഇപ്പോൾ ഉള്ള കളിക്കാരെ വെച്ചിട്ട് ബ്രസീലിനെ വളരെ മുന്നോട്ട് പോകാൻ പറ്റുമോ? വലിയ ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ മാനേജർമാരുടെ കാര്യം. ഇപ്പൊ ഞാൻ ഇന്നലെ ഇരുന്ന് വായിക്കായിരുന്നു 70ത്തെ ടീം, അത് മാരിയ സഗാലോ ആണ് ജയിച്ചത് കോച്ചായിട്ട്, മാനേജറായിട്ട്. അതിന് മുമ്പ് പക്ഷെ അതിനെ പ്രിപ്പയർ ചെയ്തിരുന്നത് ജാവ് സാൽഡാന എന്ന് പറഞ്ഞ ഒരു വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു കോച്ചായിരുന്നു. അപ്പൊ പട്ടാള ഭരണമാണ്. അപ്പൊ പട്ടാള ഭരണമായത് കാരണം പിന്നെ അധിക കളിക്കാരും ബ്രസീലിൽ തന്നെ ആയിരുന്നു കളിച്ചിരുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പ്, പിന്നെ 66 ഇംഗ്ലണ്ടിൽ നിന്ന് നേരത്തെ പുറത്തായത് കാരണം വാശിയോടുകൂടി പ്രിപ്പയർ ചെയ്തു. അപ്പൊ ബ്രസീൽ എത്രയോ മാസം മുമ്പ് മെക്സിക്കോയില് 7000 അടിയാണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് അവർക്ക് അറിയാം. അപ്പൊ അതിനനുസരിച്ചിട്ട് ആകെ സ്പെഷ്യലിസ്റ്റ് പ്രിപ്പറേഷൻ ചെയ്ത ടീം ബ്രസീൽ മാത്രമായിരുന്നു. അപ്പൊ അവരവിടെ എത്തിയപ്പോൾ അവർക്ക് എങ്ങനെ കളിക്കണം എന്ന് അറിയാം. എന്താ വെച്ചാൽ സ്പോർട്സ് സയൻസ് ആദ്യം ഉപയോഗിച്ചൊരു ടീം. അപ്പൊ ഷോർട്ട് സ്പ്രിന്റ്സ് മാത്രം, അധികം പ്രസ് ചെയ്യില്ല, പ്ലെയേഴ്സിന്റെ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പൊ എല്ലാ വിധത്തിലും
ലോങ് ഷോട്ട് എടുക്കുക എന്ന് വെച്ചാൽ തിൻ എയറിൽ ബോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് പോകും. അപ്പൊ ഇതൊക്കെ സയന്റിഫിക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോയൊരു ടീമാണ്. ഇപ്പൊ അങ്ങനത്തെ ടൈം കിട്ടുന്നില്ല. ഓരോ കളിക്കാരും ഓരോ രാജ്യത്തെ കുറച്ച് പേര് ഇംഗ്ലണ്ടിൽ, കുറച്ച് പേര് സ്പെയിൻ, കുറച്ച് പേര് സൗദി, ഫ്രാൻസ്, അങ്ങനെയൊക്കെയാണ് ടീം. ഈ നമ്മളിപ്പം പ്രത്യേകിച്ചും കേരളത്തിലെ കാണികളായാലും ഒരു ഡിവൈഡ് ചെയ്ത് വിഭാഗീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതിനകത്ത് നെയ്മാർ പ്രേമികൾ, ആരാധകർ ഒരുപാടുണ്ട്. അപ്പൊ ഈ നമ്മളൊരു ടീമിനെ പറ്റി പറയുമ്പോൾ നെയ്മാർ എന്നുള്ള ഒരു ഫിനോമിനൻ ആയിട്ടുള്ള ഒരു കളിക്കാരനാണ്. അപ്പൊ ഇത്രയും പ്രാധാന്യം നെയ്മാറിന് എങ്ങനെയാ വന്നു ചേരുന്നത്? ഇപ്പോഴത്തെ കുട്ടികൾ ഈ ആദ്യമായിട്ട് ലോകകപ്പ് കാണുന്ന കുട്ടികൾക്ക് ചിലപ്പോ നെയ്മാറിനെ പറ്റി എന്താ എത്ര ഫസ് ഉള്ളതെന്ന് അവർ ചോദിക്കായിരിക്കും. കുറച്ചൊരു 4-5 കൊല്ലമായിട്ട് അത്ര വാർത്തയിൽ വരാത്തൊരു കളിക്കാരനാണ്. പക്ഷെ അതിന് മുമ്പുള്ള നെയ്മാർ എല്ലാ കാലത്തെയും ഏറ്റവും മികച്ച കളിക്കാരിൽ പെടുന്ന ഒരാളായിരുന്നു. പെലെയുടെ ഒന്നും അധികം ഗോൾ അടിച്ചിട്ടുണ്ട് ബ്രസീലിന് വേണ്ടി. ക്ലബുകൾക്ക് വേണ്ടിയാണെങ്കിൽ ബാഴ്സലോണയുടെ കൂടെ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചു, PSG കൂടെ ഒരു ഫൈനൽ എത്തി. വളരെ മികച്ചൊരു കളിക്കാരനാണ്. പിന്നെ ഈ ഏറ്റവും മികച്ച കളിക്കാരുടെ കാര്യം വരുമ്പോ ലോജിക് ഇല്ല ആൾക്കാർക്ക് ചിന്തിക്കും. ഇപ്പൊ ക്രിസ്ത്യാനോന്റെ കാര്യം വരുമ്പോ പോർച്ചുഗൽ ഫാൻസിന് അവര് ടീമിന്റെ ഇതിനെ പറ്റി ആലോചിക്കുന്നതിന് മുമ്പ് ക്രിസ്ത്യാനോന്റെ ആരാധനയാണ്. അതിന് ആ ലോജിക്ക് എങ്ങനെ ഇല്ലാതെ വരണമെന്ന് ചോദിക്കുമ്പോ ഞാൻ വളരെ ആരാധിച്ചിരുന്ന ഒരു കളിക്കാരൻ മൈക്കിൾ ലൗഡ്രിപ്പ് ആയിരുന്നു. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ ഉള്ള മൈക്കിൾ ലൗഡ്രിപ്പിന്റെ ഒരു അഭിമുഖത്തില് അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്പെയിൻ വിരമിച്ചത് 96-ലാണ്. ബാഴ്സലോണയുടെ കൂടെയും റയൽ മെഡ്രിഡിന്റെയും കൂടെ ലീഗ് ജയിച്ചു, ബാഴ്സലോണയുടെ കൂടെ ചാമ്പ്യൻസ് ലീഗ് നേടി. രണ്ട് കൂട്ടരും ആരാധിച്ചിരുന്ന വളരെ ചുരുക്കം കളിക്കാരിൽ ഒരാളാണ് മൈക്കിൾ ലൗഡ്രിപ്പ്. ബാഴ്സലോണയും റയലിന്റെയും രണ്ടുപേരുടെ ഫാൻസും ആരാധിക്കണം. അപ്പൊ ലൗഡ്രിപ്പ് പറഞ്ഞു, ഞാൻ ഇപ്പോഴും സ്പെയിനിൽ തിരിച്ചു പോകുമ്പോ കുറെ ആൾക്കാർ വന്നിട്ട്, പ്രത്യേകിച്ച് കുറച്ച് പ്രായമായ ആൾക്കാർ, അവര് സെൽഫിക്കോ ഓട്ടോഗ്രാഫിനൊന്നുമല്ല ചോദിക്കുക, ജസ്റ്റ് ഒന്ന് കൈ തന്നിട്ട് ഗ്രാസിയാസ് എന്ന് പറയും, താങ്ക് യു, അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ ഈ കളിക്കാർ നമുക്ക് അത്രയും എന്താ പറയാ, സോക്രട്ടീസ് പറഞ്ഞ ഒരു ആഹ്ലാദം തരുന്ന ഒരു കൂട്ടമാണ്. ഇവര് കാരണമാണ് നമ്മൾ പൈസ കൊടുത്ത് കളി കാണാൻ പോണം. അല്ലാതെ ഒരു ലോ ബ്ലോക്കിൽ 90 മിനിറ്റ് ഡിഫെൻഡ് ചെയ്യുന്ന ടീമിനെ കാണാൻ അത് കണ്ടിട്ട് ഒരു കുട്ടിയും എനിക്ക് ഫുട്ബോളർ ആവണം എന്ന് പറയില്ല. ഈ നെയ്മാറിനെയും മെസ്സിയെയും റൊണാൾഡോനെയും R9 ഒക്കെ കണ്ടിട്ടാണ്. എനിക്ക് ഓർമ്മയുണ്ട് 8 വയസ്സിൽ ഞാൻ സീക്കോന്റെ ആ ബനാന ഫ്രീ കിക്ക് കണ്ടിട്ട് സ്കോട്ട്ലൻഡിനെതിരെ പിറ്റേ ദിവസം സ്കൂളിലെ എല്ലാ കുട്ടികളും ഗ്രൗണ്ടിൽ ഇതാണ് ട്രൈ ചെയ്യണം. നമ്മുടെ ബനാന കിക്ക് കോർണർ ഫ്ലാഗിന്റെ അടുത്താണ് എത്തേണ്ടത്. പക്ഷെ ഇത് കണ്ടിട്ടാണ് കുട്ടികൾക്ക് കളിക്കണം എന്നുള്ള ആഗ്രഹം വരും. അങ്ങനത്തെ ഒരു കളിക്കാരനായിരുന്നു നെയ്മാർ. അത് കാരണമാണ് ഇതിലെ ലോജിക്കിന് ഒരു പ്രസക്തി ഇല്ലാത്തത്. ഈ കളിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള, അതായത് ടീമിനകത്ത് ദൈവങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ പറഞ്ഞ റൊണാൾഡോനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മെസ്സി, ഇതൊക്കെ ഒരു വലിയ പ്രതിസന്ധി കൂടിയുണ്ട്. കാരണം ഇവർ തീരുമാനിച്ചിട്ട് പുറത്തു പോകുക എന്നുള്ളതിനപ്പുറം ഒരു നാഷൻ വിചാരിച്ചാലോ ഒരു ടീം മാനേജ്മെന്റ് വിചാരിച്ചാലോ ഒന്നും ഇത്തരം ആൾക്കാരെ പുറത്തു നിർത്താൻ പറ്റില്ല. കാരണം ഇപ്പം നമുക്ക് ക്രിക്കറ്റിൽ അറിയാം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, പ്രതിസന്ധി. അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലും നല്ല തീരുമാനങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, വലിയ കളിക്കാരെ പുറത്തു നിർത്തുക എന്നുള്ള? പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 74 ലോകകപ്പില് ജർമ്മനിയുടെ ഏറ്റവും ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ആയിരുന്നു ആ കാലത്ത് ഗുnther നെറ്റ്സറെ പുറത്ത് നിർത്തി വോൾഫ്ഗാങ് ഓവറാത്ത് ആയിരുന്നു സെൻട്രൽ മിഡ്ഫീൽഡ് കളിച്ച് അവര് ലോകകപ്പ് ജയിച്ചു. ഇപ്പൊ മിക്കവാറും അടുത്ത സൗത്ത് കൊറിയ കളിക്ക് സോൺ ഹ്യൂൻ മിങ്ങിനെ എടുക്കില്ല. ഈ 2 കളി സാമാന്യം മോശമായിട്ടാണ് കളിച്ചിട്ടുള്ളത്. അവര് 2ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത കളി അവർക്ക് ജയിക്കേണ്ട കളി ആയതുകൊണ്ട് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പൊ അങ്ങനെ പല ടീംസും റൂത്ത്ലെസ് ആയിട്ട് ചെയ്യാൻ. കഴിഞ്ഞ ലോകകപ്പിൽ റൊണാൾഡോനെ ബെഞ്ച് ചെയ്തു സാന്റോസ് എന്ന കോച്ച്. അപ്പൊ അതും അങ്ങനത്തെ തീരുമാനങ്ങളും എടുക്കാറുണ്ട്. അത് പക്ഷെ ഫാൻ ബേസിൽ വലിയൊരു ഡിവിഷൻ ഉണ്ടാക്കും. ഇന്ന് നടക്കാൻ പോകുന്ന ഒരു കളിയിൽ പ്രധാനപ്പെട്ട ഒരു, അല്ലെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഒരു കളി എന്ന് പറയുന്നത് അമേരിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള കളിയാണ്. നല്ല ഫൈറ്റ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം രണ്ടും നന്നായിട്ട് പെർഫോം ചെയ്ത, കഴിഞ്ഞ കളിയിൽ നന്നായിട്ട് പെർഫോം ചെയ്ത, പ്രത്യേകിച്ചും ഓസ്ട്രേലിയ. എന്താണ് ദിലീപിന് തോന്നുന്നത്? വലിയ വൈരാഗ്യത്തോടു കൂടി കളിക്കാൻ പോണ ഒരു കളിയാണ്. എന്താ വെച്ചാൽ ഈ ഡ്രോ വന്നപ്പോ അമേരിക്കയ്ക്ക് നാഷണൽ ടീമിന് കളിച്ചില്ല, ഒരു Under-18 Under-20 കളിച്ച മൈക്ക് ഗ്രെല്ല എന്ന് പറഞ്ഞൊരു കളിക്കാരൻ, ഇംഗ്ലണ്ടിൽ കുറെ കാലം ലീഗ് 1ലും ചാമ്പ്യൻഷിപ്പിലൊക്കെ കളിച്ചത്. അദ്ദേഹം ഇപ്പൊ CBSന്റെ ഒരു അനലിസ്റ്റ് ആണ്. അപ്പൊ ഈ ഡ്രോ വന്നപ്പോ, ഈ ഓസ്ട്രേലിയ വേഴ്സസ് USA കളി വന്നപ്പോ ഇയാൾ പറഞ്ഞു, ദിസ് ഇസ് എ ലേ അപ്പ് എന്ന് പറഞ്ഞാൽ ബാസ്കറ്റ് ബോളിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഷോട്ടാണ്. അപ്പൊ അത് ഓസ്ട്രേലിയ ഇപ്പൊ എല്ലാ കളിക്ക് മുമ്പും അവർക്ക്
കളിക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉം, ഉം. നമ്മളെ ലേ അപ്പ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്, അത് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ കളിക്കാരുടെ മികവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും US ജയിക്കേണ്ടതാണ്. ക്രിസ്റ്റ്യൻ പുളിസിച്ച് ഇല്ല എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമാണ്. കാഫ് ഇഞ്ചുറി ആയിട്ട് മിക്കവാറും ഒരു റിസ്ക് ഇല്ല. പക്ഷെ എന്നാലും മാലിക് ടിൽമൻ, മെക്കനി, ബാക്കി ബാലഗുൺ ഇവരൊക്കെ ഉള്ള ഒരു ടീം എന്തായാലും ഓസ്ട്രേലിയ തോൽപ്പിക്കേണ്ടതാണ്. പക്ഷെ ഓസ്ട്രേലിയയുടെ സ്ട്രെങ്ത് നമ്മൾ കഴിഞ്ഞ കളി കണ്ടു. ആ കൗണ്ടറിൽ ഗോൾ അടിക്കാൻ പറ്റുന്ന കുറച്ച് സ്കിൽഫുൾ ആയിട്ടുള്ള കളിക്കാരുണ്ട് അവർക്ക്. പിന്നെ ഇതിൽ മറ്റൊരു കളിയുള്ളത് മൊറോക്കോ സ്കോട്ട്ലൻഡാണ്. മൊറോക്കോ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന അവസാന റൗണ്ട് വരെ എത്തുന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ആഫ്രിക്കൻ ചാമ്പ്യൻസും ആണല്ലോ ഇപ്പോഴത്തെ. നല്ല പെർഫോമൻസ് ആണ് അവർ കളിക്കുന്നത്. വലിയ പരിക്കുകളൊന്നും ഇല്ലാത്ത ടീമുമാണ്. ആ കളി എങ്ങനെയായിരിക്കും? അത് സ്കോട്ട്ലൻഡിന് നല്ല ബുദ്ധിമുട്ടായിരിക്കും. സ്കോട്ട്ലൻഡിനാണെങ്കിൽ ഇത് ഏകദേശം ഒരു മസ്റ്റ് വിൻ ഗെയിമായി മാറിയിട്ടുണ്ട്. മസ്റ്റ് വിൻ അല്ല, ഒരു ഡ്രോയെങ്കിലും കിട്ടണം. എന്താ വെച്ചാൽ അടുത്ത കളി അവരുടെ ബ്രസീലായിട്ടാണ്. അപ്പോൾ മൊറോക്കോന്റെ ബ്രസീലിനെതിരെയുള്ള കളി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെന്തായാലും ജയിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആ മിഡ്ഫീൽഡ് ഭയങ്കര ഒരു മൊബൈൽ മിഡ്ഫീൽഡുമാണ്, വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള. ബുവാദിയും മറ്റേ അൽനുവയും കുറച്ച് മുമ്പില് ഉനായിയും കൂടിയുള്ള മിഡ്ഫീൽഡ്. പക്ഷെ സ്കോട്ട്ലൻഡിന്റെയും സ്ട്രെങ്ത് മിഡ്ഫീൽഡിലാണ്. ജോൺ മെക്കിൻ, മെക്ടോമിന്, വൈഡ് പൊസിഷനിൽ ബെൻ ഗാനൻഡോക്ക്, മുമ്പ് ലിവർപൂളിലായിരുന്നു, ഇപ്പൊ ബോൺമത്തില്. ഗാനൻഡോക്കാണ് അവർക്കൊരു എക്സ് ഫാക്ടർ പ്ലെയർ ഉള്ളത്. പഴയ ഒരു ഓൾഡ് സ്റ്റൈൽ വിങ്ങറാണ്. പക്ഷെ ബാക്കി ടീം വെച്ച് നോക്കുമ്പോൾ സ്കോട്ട്ലൻഡിന്റെ ഡിഫൻസിനെ പറ്റി എനിക്ക് തീരെ വിശ്വാസമില്ല. ഫോർവേഡ് ലൈനിലും ലോറൻസ് ഷാങ്ക്ലൻഡ് ഒഴികെ വേറെ ആരും, ഷാങ്ക്ലൻഡും വേൾഡ് ക്ലാസ് ഒന്നുമല്ല. അപ്പൊ ആ ലെവലിലുള്ള കളിക്കാരില്ല. അപ്പൊ അത് കാരണം സ്കോട്ട്ലൻഡിന് ബുദ്ധിമുട്ടായിരിക്കും. തുർക്കിയാണ് മറ്റൊരു ടീമുള്ളത്. പാരഗ്വേ ആയിട്ടാണ് കളി വരുന്നത്. തുർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം യൂറോ ഫൈനൽ തൊട്ട് ഇങ്ങോട്ട് നമ്മളെ നിരാശപ്പെടുത്തുന്ന നല്ലൊരു ടീമാണ്. ഈ കളിയിലും ഇതിലും അവർ തുടക്കത്തിൽ നിരാശപ്പെടുത്തിയ ടീമാണ്. എന്തായിരിക്കും തുർക്കിക്ക് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എത്രമാത്രം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഈ കളിയും അവർക്ക് കുറെ പൊസിഷൻ ഉണ്ടാവും. ആദ്യത്തെ കളിയിൽ ഉണ്ടായിരുന്ന പോലെ ഇത്തവണ അതിലും അധികം ഉണ്ടാവാൻ സാധ്യത. ഞാൻ പ്രതീക്ഷിക്കേണ്ട ഒരു 70% ബോൾ തുർക്കിയുടെ കയ്യിലായിരിക്കുന്നതാണ്. പക്ഷെ പാരഗ്വേ എല്ലാ കാലത്തും സെറ്റപ്പ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, 2 ലൈൻസ് 4 ആയിട്ട് അവർ ബ്രേക്കിൽ എൻസീസോന് ബോൾ കൊടുക്കാൻ നോക്കും. വളരെ ടൈറ്റായിട്ട് ഡിഫെൻഡ് ചെയ്യും. മിഡ്ഫീൽഡിലും അധികം ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ് കളിപ്പിക്കുന്ന ഒരു ടീമാണ്. അപ്പൊ തുർക്കിക്ക് അത് ബ്രേക്ക് ചെയ്യാൻ വിഷമായിരിക്കും. എന്തെങ്കിലും ഒരു മാജിക് വേണം. അത് നേരത്തെ തന്നെ ഗോൾ അടിച്ചില്ലെങ്കിൽ ഈ ആദ്യത്തെ കളിയിൽ തോറ്റ പോലെ തെറ്റായ ഡിസിഷൻസ് വരാൻ തുടങ്ങും. മിസ് പാസ് വരും, അനാവശ്യമായിട്ടുള്ള ലോങ് ബോൾ, ഇതൊക്കെ. അപ്പൊ എന്താ വെച്ചാൽ അവരുടെ ഏറ്റവും മികച്ച കളിക്കാർ ഇപ്പോഴും വളരെ ചെറുപ്പമാണ്. ആർദ ഗുലർ ആയാലും യിൽഡിസ് ആയാലും. അപ്പൊ അവര് പരിഭ്രമിക്കാൻ സാധ്യത അധികം. അനുഭവം ഇല്ല ഈ ടോപ്പ് ടൂർണമെന്റ്സിൽ കളിച്ചിട്ട്. അപ്പൊ അത് പാരഗ്വേയുടെ പ്ലാൻ വളരെ സിമ്പിൾ ആയിരിക്കും. അവര് വളരെ ഡീപ്പായിട്ട് ഇരുന്നിട്ട് കൗണ്ടറിൽ ഗോൾ അടിക്കാൻ നോക്കി. എത്രത്തോളം സമയം അവർക്ക് തുർക്കിയെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും, അത്രയും അവരുടെ ജയത്തിന്റെ സാധ്യത കൂടും. ഇപ്പൊ റൗണ്ട് ഓഫ് 32ലേക്ക്, അതായത് നോക്കൌട്ട് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്ന ആദ്യത്തെ കൺഫേം ചെയ്തിരിക്കുന്ന ഇപ്പം മെക്സിക്കോ ആണ്. മെക്സിക്കോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കൊറിയയുടെ ഭാഗത്തു നിന്ന് നല്ല കളി ഉണ്ടായി, എന്നാൽ പോലും അതൊന്നും ഒരു ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊറിയക്ക് സാധിച്ചില്ല. ആ കളി ദിലീപ് എങ്ങനെയാ കാണുന്നത്? കൊറിയക്ക് സമനിലയെങ്കിലും കിട്ടാനുള്ള അനവധി ചാൻസസ് ഉണ്ടായിരുന്നു. അവസാനം മെക്സിക്കോന്റെ കീപ്പറായ റാഞ്ചൽ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് 2 നല്ല സേവ്സ് ഉണ്ടായിരുന്നു. പക്ഷെ കൊറിയയുടെ ഫൈനൽ തേർഡിലത്തെ കളി പോരായിരുന്നു. അത് കാരണം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സോണിനെ മിക്കവാറും ഒരു അവസാനത്തെ കളിക്ക് ബെഞ്ച് ചെയ്യും. എന്താ വെച്ചാൽ പണ്ടത്തെ പോലെ സോണിന്റെ വലിയൊരു ശക്തി പണ്ട് ഓട്ടായിരുന്നു. ഇപ്പൊ അതുപോലെ ഡിഫൻഡേഴ്സിനെ ഔട്ട് പേസ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല 2 ചാൻസ് കിട്ടിയപ്പോ ആ ബോൾ കൺട്രോൾ ചെയ്യാനും പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഫെയ്ഡിങ് പ്ലെയർ ആണ്. സോണിനെ മാറ്റി തന്നെ ചെയ്യും അവര്. മെക്സിക്കോ ആണെങ്കിൽ എന്നെ ഇന്ന് തീരെ ഇംപ്രസ് ചെയ്തിട്ടില്ല അവര്. വളരെ ഒരു ബേസിക് കളിയായിരുന്നു. അവർക്ക് 17 വയസ്സുകാരന് ഒരു പ്രോഡിജി ഉണ്ട്, ഗിൽബർട്ടോ മോറ. പക്ഷെ ആദ്യം തൊട്ടേ ഇറക്കാൻ എന്തോ ഒരു മടി, പ്രഷർ വരണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ക്രിയേറ്റീവ് സ്പാർക്കുള്ള ഒരു പ്ലെയർ ഇല്ലാതെ ഈ ടീം അധികം ഒരു 16 വരെയൊക്കെ എത്തുമായിരിക്കും. അതിലപ്പുറം പോകാൻ ബുദ്ധിമുട്ടായിരിക്കും.
പിന്നെ സ്വിറ്റ്സർലാൻഡ് 4 ഗോൾ അടിച്ചിട്ട് ബോസ്നിയ അതെ. ഒന്ന് തിരിച്ചടിച്ചു. എന്നാൽ പോലും ആ കളിയാണ്. അതിനകത്തും സ്വിറ്റ്സർലാൻഡ് പിന്നീട് ഇങ്ങോട്ട് അവസാനിക്കുമ്പോഴേക്ക് വലിയ ഡൊമിനൻസ് വരും. അതെ, അത് നമ്മൾ ഇന്നലെ പറഞ്ഞ ആ കളിക്കാരൻ തന്നെ യോഹാൻ മൻസാംബി, എല്ലാ ക്ലബുകളും നോക്കണ ഒരു ചെറുപ്പക്കാരന്, 20 വയസ്സേ ആയിട്ടുള്ളൂ. ഭയങ്കര കഴിവായി. ഈ ഏറ്റവും നല്ല മിഡ്ഫീൽഡേഴ്സിനെ പോലെ ബോക്സിൽ എപ്പോൾ എത്തണം എന്നറിയാം, ഏത് പൊസിഷനിൽ എത്തണം. ആ ആദ്യത്തെ ഗോള് സെറ്റപ്പ് ചെയ്യേണ്ടത് മൻസാംബിയാണ്. ആദ്യം വൈഡായിട്ട് പാസ് കൊടുത്ത് പിന്നെ ബോക്സിലേക്ക് ഓടി ഇത് ചിലപ്പോൾ സേവ് ഹെഡർ തിരിച്ചിങ്ങോട്ട് വരുന്ന ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അതിന് മൂവ് ചെയ്തിട്ട് അങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത്. അപ്പം അത് വളരെ മികച്ചൊരു ചെറുപ്പക്കാരനാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ കളിയിൽ 3 സബ്സ്റ്റിറ്റ്യൂഷനാണ് 71-ാം മിനിറ്റിൽ വരുന്നത്. അതിൽ 2 പേര് ഗോൾ അടിച്ചു. ഇത് 3 പേരും മൻസാംബി, അമ്മ കോങ്കോന്ന്, അച്ഛൻ ആംഗോള, ജിബ്രിൽ സോ സെനിഗളിന്ന്, മറ്റേ മൂന്നാമത്തെ റൂബൻ വാർഗസിന്റെ അച്ഛൻ ഡൊമിനിക്കൻ റിപ്പബ്ലിക്. 3 ഇമിഗ്രൻസ് ആണ്. ഇപ്പൊ യൂറോപ്പ് മുഴുവൻ ആന്റി ഇമിഗ്രന്റ് ഒരു പ്ലാറ്റ്ഫോമിലാണ് രാഷ്ട്രീയക്കാർ വോട്ട് തേടുന്നത്. പക്ഷെ ഇവരില്ലാതെ നിങ്ങൾക്ക് ഫുട്ബോൾ ടീം ഇല്ല. കാനഡയുടെ 6-0 എന്നുള്ള ഖത്തറിനെതിരെയുള്ള വിജയം, അത് അതിനകത്ത് ഖത്തറിനെ പറ്റി നമ്മൾ വലിയ പ്രതീക്ഷയായിരുന്നല്ലോ കഴിഞ്ഞ കളി കഴിഞ്ഞപ്പോൾ. മാത്രമല്ല ഇന്നലെയും അവരെ എത്രമാത്രം പുഷ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഖത്തറിന് പെർഫോം ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞിരുന്നു. എന്താണ് ഇന്നലത്തെ, ശരിക്കും ഖത്തർ അത്രയും മോശം ടീം ആയതുകൊണ്ടാണോ അതോ കാനഡ നല്ല കളി കളിച്ചുകൊണ്ടാണോ? ഖത്തറിന് സാമാന്യം മോശം ടീമാണ്. ഇപ്പൊ ഈ നമ്മളൊരു ഏഷ്യൻ ചാമ്പ്യൻസ് എന്ന് പറയുമ്പോൾ 2 തവണ അടുപ്പിച്ച് ഏഷ്യൻ ചാമ്പ്യൻസ് ആണ്. 19-ലും 23-ലും. 23-ലത്തെ 24-ലാണ് കളിച്ചത്. എന്നാലും 2 തവണ അടുപ്പിച്ച് ഏഷ്യൻ ചാമ്പ്യൻസ് ആയ ഒരു ടീമിനെ പറ്റി നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകും. പക്ഷെ അവർ ക്വാളിഫയിങ്ങിൽ വളരെ മോശമായിരുന്നു. നേരത്തെ പറഞ്ഞിട്ട് 24 ഗോള് വഴങ്ങിയ ഏറ്റവും മോശം ഡിഫെൻസീവ് റെക്കോർഡുള്ള ഒരു ടീമായിരുന്നു. അതിൽ ഇവിടെ ഖത്തറിനും സൗദിക്കും UAEക്കും 3 പേർക്കുള്ള പ്രശ്നം, ഈ കളിക്കാരൊരു കംഫർട്ട് സോണിലാണ്. അവരുടെ ലീഗിൽ തന്നെ കളിക്കുക, അവിടെ കുറെ പൈസ ഉണ്ടാക്കുക. അപ്പൊ ഏതൊരു മനുഷ്യനും നന്നാവണമെങ്കിൽ ആ കംഫർട്ട് സോൺ വിട്ടു പോകണം. ഇപ്പൊ സോണൊക്കെ 16 വയസ്സിലെ കൊറിയ വിട്ടിട്ട് ഒരു ഭാഷയും ഒന്നും അറിയാതെ ജർമ്മനിയിലെ ഹാംബർഗിൽ എത്തുന്നു. എന്നിട്ട് ഹാംബർഗിന്റെ യൂത്ത് ടീമിന് കളിച്ച് അവിടെ ബായർ ലെവർക്യൂസനൊക്കെ പോയി, പിന്നെ ടോട്ടനം ഹോട്ട്സ്പർ. അങ്ങനെയാണ് സോൺ ഹ്യൂമിൻ ഒരു ഏഷ്യൻ ഫുട്ബോൾ എന്നല്ല ഒരു വേൾഡ് ഫുട്ബോൾ ലെജൻഡായി മാറിയത്. അങ്ങനെ പല കളിക്കാരും, ഇപ്പൊ ജാപ്പനീസ് കളിക്കാരും ഒക്കെ ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ 30 കൊല്ലമായിട്ട്. ഈ രാജ്യങ്ങളിൽ നിന്ന് ഖത്തറിൽ നിന്നൊന്നും ആരും അത് വിട്ടുപോകുന്നില്ല. അത് കാരണം അവർക്ക് ഒരു ലെവലിനപ്പുറം പോകാൻ പറ്റിയിട്ടില്ല. അത് പ്രത്യേകിച്ച് ഈ എവേ മാച്ചും ഈ അറബ് രാജ്യങ്ങൾ വിട്ട് പോയി കളിക്കുമ്പോൾ റിസൾട്ട് സാധാരണ ഇങ്ങനെ. ഇപ്പൊ ഇന്നലെ അതാ കണ്ടിട്ടില്ല. ഈ റെഡ് കാർഡൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ 2-0 ആയിരിക്കും. അത്രയും മോശം ഡിഫെൻഡിങ് ആയിരുന്നു. ഗോൾ കീപ്പറുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിരുന്നു. പക്ഷെ ഒരു ഓർഗനൈസേഷനും ഇല്ലാതെ കളിച്ചൊരു ടീമാണ്. ഈ റെഡ് കാർഡുകളെ പറ്റി പറയുമ്പോഴേ അവസാനം 9 പേരെ വെച്ചിട്ടാണല്ലോ കളിക്കുന്നത്. അപ്പൊ അതിലേക്കൊക്കെ നീങ്ങുന്ന രീതിയിലുള്ള അതൊരു കളിയുടെ ഒരു ഫോർമേഷനെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയാണോ? എന്താണ് അതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്? അല്ല, അത് കോച്ചിനെ നമുക്ക് ഒരു പരിധിക്ക് അപ്പുറം കുറ്റം പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ കളിക്കാരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് മാൻ ആണെങ്കിൽ നിങ്ങളുടെ തീരുമാനമാണ് ആ ഫോർവേഡിനെ ഫൗൾ ചെയ്യേണ്ടത്. അതേപോലെ മറ്റേ ആ കാല് ഒടിഞ്ഞ ടാക്കിള് അത് ചെയ്യാൻ പാടില്ല എന്ന് എല്ലാ കളിക്കാർക്കും അറിയേണ്ടതാണ്. അതൊരു എന്താ പറയുക, ഒരു 50-50 ബോളൊന്നും ആയിരുന്നില്ല. അപ്പൊ അത് കളിക്കാരുടെ പുവർ ജഡ്ജ്മെന്റ് ആണ്. അതിന് കോച്ചിനെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഉണ്ടായിരുന്ന കളി, അതിനകത്ത് സൗത്ത് ആഫ്രിക്ക ചെക്ക് റിപ്പബ്ലിക് കളി. അതിനകത്ത് സൗത്ത് ആഫ്രിക്ക ഒന്ന് സർവൈവ് ചെയ്തു എന്ന് പറയാം. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച് കളിക്കുന്നുണ്ടോ? സൗത്ത് ആഫ്രിക്കയ്ക്ക് കുറെ ബോൾ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ചെക്ക് റിപ്പബ്ലിക് നേരത്തെ ഗോൾ അടിച്ചു, 5 മിനിറ്റിൽ ഗോൾ അടിച്ചു. പിന്നെ അവര് കളിക്കണ്ടെന്ന് തീരുമാനിച്ചു. അപ്പൊ പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ അടുത്ത് തന്നെയായിരുന്നു ബോൾ. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ 2 വളരെ മോശം ടീമുകളാണ് ഇത് രണ്ടും. ചെക്ക് റിപ്പബ്ലിക്കിന് അവരെ ഞാൻ കുറ്റം പറയില്ല. എന്താ വെച്ചാൽ അവരുടെ ആ ജനസംഖ്യ വെച്ചിട്ട് അങ്ങനത്തെ ടീമുകൾക്ക് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ 20 കൊല്ലം കൂടുമ്പോഴേക്കും ഒരു നല്ല ഗ്രൂപ്പ് കളിക്കാരെ കിട്ടുള്ളൂ. അതിപ്പോ ആ സമയമല്ല ഇപ്പൊ. അപ്പൊ അവരുടെ ലെവൽ അത്രേ ഉള്ളൂ ഇപ്പൊ.
പക്ഷെ സൗത്ത് ആഫ്രിക്കയെ പറ്റി ആൾക്കാർക്ക് ഇതിലും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് നല്ല രീതിയിൽ ക്വാളിഫൈ ചെയ്തൊരു ടീം. പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ഫൈനൽ തേർഡ് എത്തുമ്പോൾ ഒരു കട്ടിങ് എഡ്ജില് ഫിനിഷ് ചെയ്യാൻ ആളില്ല. ആ ഫൈനൽ പാസ് എപ്പോഴും ഒന്നുമില്ലെങ്കിൽ ഡിഫൻഡർക്ക് പോവുക അല്ലെങ്കിൽ പുറത്തേക്ക് പോവുക. അപ്പൊ ഏറ്റവും നിരാശപ്പെടുത്തിയിട്ടുള്ള ആഫ്രിക്കൻ ടീംസിലൊന്ന്, പ്രത്യേകിച്ച് ബാക്കിയുള്ളവരുടെ ഇപ്പൊ ഒരു പ്രതീക്ഷയില്ലാതെ വന്ന DR കോങ്കോ, കേപ്പ് വേർഡ്, ഇവരൊക്കെ ആൾക്കാരെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ പ്രദർശനം വളരെ മോശമായിരുന്നു.